നമസ്കാരം. A1 വാർത്തയിലേക്ക് സ്വാഗതം. ആയന്നൂർ ശ്രീ ശിവക്ഷേത്ര നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവം മെയ് 12 മുതൽ 27 വരെ നടക്കുകയാണ്. സർവ്വചരാചരങ്ങളുടെ അധിപനും സർവേശ്വരനുമായ ശ്രീ കൈലാസനാഥന്റെ ചൈതന്യം സ്ഫുരിക്കുന്ന ആയന്നൂർ ശ്രീ ശിവക്ഷേത്ര ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും നാടിൻ്റെയും ഭക്തജനങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തിൻ്റെ വിജയത്തിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പി രവീന്ദ്രൻ, ചെയർമാൻ NV പങ്കജാക്ഷൻ മാസ്റ്റർ, കൺവീനർ AV പ്രസാദ്, സെക്രട്ടറി KP വേണുഗോപാലൻ, വൈസ് പ്രസിഡന്റ് A തമ്പാൻ, ജോയിന്റ് സെക്രട്ടറി ഷിജു മോഹനൻ, കുമരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം മെയ് 12 മുതൽ 27 വരെ ശിവക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ഏകദേശം തീർന്നിരിക്കുന്നു. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഭാഗങ്ങൾ അംഗങ്ങളെല്ലാം ഒത്ത് പണി തീർത്ത് അതിൻ്റെ ഉത്സവം ആണിപ്പോൾ നടത്താൻ പോകുന്നത്. ശ്രീകോവിൽ, അതിൻ്റെ മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നന്ദി, അതുപോലെ ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ചുറ്റുവിളക്ക്, ബലിക്കല്ല്, കൊടിമരം, ആനപ്പന്തൽ അല്ലെങ്കിൽ ബലിക്കൽ എന്നും പറയും, ബലിക്കൽപുര എന്നും പറയാം. പിന്നെ പിന്നെ അതിൻ്റെ മുമ്പിലുള്ള ആലുവിളക്ക്, കൽവിളക്ക് അല്ലെങ്കിൽ ആലുവിളക്ക് എന്ന് അതിന് പറയാം. അതും നനയാതിരിക്കത്തക്ക രീതിയിൽ അതോടനുബന്ധിച്ച് ഗോപുരവും, ആ ഗോപുരത്തിന് 2 ഭാഗങ്ങളായിട്ട് അതിന് നടുക്കൂടെയാണ് മെയിൻ വാതിൽ. ഗോപുരത്തിൽ മഹാക്ഷേത്രങ്ങളിലൊക്കെ കേളിയും അതുപോലെ കൊമ്പുപറ്റും ഒക്കെ ആദ്യം ഉത്സവം ഉണ്ട് എന്നറിയിക്കുന്ന പരിപാടി അത് ഗോപുരത്തിൽ കയറി നിന്നിട്ടാണ് കൊട്ടുക. സാധാരണ മഹാക്ഷേത്രങ്ങളിലെ പ്രത്യേകതയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മഹാദേവക്ഷേത്രത്തിൻ്റെ അംഗബലം എല്ലാം ഒത്തിണങ്ങിയ ഈ ആയന്നൂർ ശിവക്ഷേത്ര ഉത്സവം നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നു. അതോടുകൂടി സാംസ്കാരിക സമ്മേളനം നാളെ വൈകുന്നേരം 7:30 നടക്കുന്നതായിരിക്കും. അതിൽ നമ്മുടെ MLA സ്ഥലം MLA രാജഗോപാലൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷേത്രത്തില് 2024 മെയ് 12 മുതൽ 27 വരെ നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം നടത്തപ്പെടുകയാണ്. വളരെ കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആഗ്രഹ സാഫല്യമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നത്. 16 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവത്തിൻ്റെ വിവിധ താന്ത്രിക കർമ്മങ്ങളും അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നത്. നാളെ 12-ാം തീയതി ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന കലവറ ഘോഷയാത്രയോടുകൂടി ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് 16 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി അന്നദാനത്തോടുകൂടി ഈ ഉത്സവം ഇവിടെ നടത്തപ്പെടുകയാണ്. 4 വർഷക്കാലത്തോളമായി ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉത്സവത്തിനാവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളുമൊക്കെ ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണം ഈ ഒരു ഉത്സവത്തിൻ്റെ പരിപാടിയിലേക്ക് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.
19-ാം തീയതിയാണ് രാവിലെ പുനഃപ്രതിഷ്ഠ. അതുപോലെ തന്നെ മെയ് 22-ന് രാവിലെ ധ്വജപ്രതിഷ്ഠയും വൈകുന്നേരം 7 മണിക്ക് കൊടിയേറ്റ് ഉത്സവവും ആണ് നടത്താനുള്ള തീരുമാനമാണ് എടുത്തത്. നാളെ രാവിലെ തന്നെ തന്ത്രീശ്വരൻ ഇവിടെ എത്തിച്ചേരും. മറ്റു വേണ്ടുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് ചടങ്ങുകൾ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. എല്ലാ ദിവസവും അന്നദാനവും അതുപോലെ വൈകുന്നേരം കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് ലഘുഭക്ഷണവും കൊടുക്കാനാണ് കമ്മിറ്റി തീരുമാനം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഉൾപ്രദേശമായതുകൊണ്ട് മറ്റ് ഭക്ഷണങ്ങളൊന്നും ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഇല്ല, അടുത്ത് പോയി കഴിക്കണമെന്നില്ല. അതുകൊണ്ട് വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ അന്നം കൊടുത്തും അതുപോലെ തന്നെ വൈകുന്നേരം ലഘുഭക്ഷണം കൊടുത്തും സ്വീകരിക്കാൻ തന്നെയാണ് ക്ഷേത്രം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെതായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും, ചെറുപുഴയിലുള്ള കച്ചവടക്കാരും ഒക്കെ നമ്മളോട്, ചെറുപുഴയിലും സമീപ പ്രദേശത്തുള്ളവരൊക്കെ നല്ല രീതിയിലുള്ള സഹകരണം ഇതുവരെ നമുക്ക് നടത്തിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും ആ രീതിയിൽ തന്നെ ആ സഹായം ഉണ്ടാവണമെന്നും ഈ പരിപാടിയിലേക്ക്, ഈ ഉത്സവ ആഘോഷങ്ങളിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരും ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടുന്ന സഹായം ചെയ്തുവെന്നും അതുപോലെ തന്നെ ഭഗവാന്റെ കടാക്ഷത്തിന് അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്നുമാണ് ഈ അവസരത്തിൽ പറയാൻ. ദേവക്ഷേത്രത്തിലെ 2007 നടന്ന പ്രതിഷ്ഠയും അതിനുശേഷം 2017 നടന്ന അയ്യപ്പൻ്റെ അമൃതകല ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും അതും കഴിഞ്ഞ് പൂർണ്ണമായി എല്ലാം നവീകരിച്ചുകൊണ്ട് നമ്മുടെ ഇവരടക്കം മറ്റേ ക്ഷേത്രപാലകനടക്കം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശബ്ദമാതൃക്കളും ക്ഷേത്രപാലകനടക്കം പ്രതിഷ്ഠിച്ചുകൊണ്ടില്ല ഒരു മഹാക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ നവീകരണ കലശമാണ് ഈ വരുന്ന 12 മുതൽ 27 വരെ ഇവിടെ നടക്കാൻ പോകുന്നുള്ളത്. അതിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഇതുവരെ സാമ്പത്തികമായിട്ടും അതേപോലെ ശാരീരികമായിട്ടും ഒരുപാട് വ്യക്തികൾ നമ്മളെ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടിയും ഈ വരുന്ന ഈ 10-17 ദിവസത്തെ ഉത്സവകാലങ്ങൾ ഭഗവാന്റെ നാമധേയത്തിൽ ഇവിടെ എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.